പിണറായിയെ പിന്നെയും അംഗീകരിക്കാം. സതീശനിസവും ഷാഫിയുടെ ഷോയും രാഹുലിന്റെ അഹങ്കാരവും ഒട്ടും അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല. ഈ സതീശനിസം എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. ഞാൻ പറയട്ടെ, പിണറായിയെ പിന്നെ നമുക്ക് അംഗീകരിക്കാം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP-യെയും രാഹുൽ മാങ്കൂട്ടം MLA-യും തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ അവരുടെ വാഹനം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനോടനുബന്ധിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ചില വാർത്തകൾ, ആ വാർത്തകളോടനുബന്ധിച്ച് ആ ചാനൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിൽ പിണറായി വിജയനെ അങ്ങ് പൊക്കി പറയുന്നുണ്ട്. പിണറായി വിജയനെ നൈസായിട്ട് വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആരെയെങ്കിലും കരി പുരട്ടണമല്ലോ, ആരുടെയെങ്കിലും മുഖത്ത് ചെളിവാരി എറിയണമല്ലോ. അതിനുവേണ്ടി കണ്ടെത്തിയതാണ് സതീശനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒക്കെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വൈറ്റ്സ്വാൻ എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ചും അതിൽ രാജൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിനെ കുറിച്ചുമാണ്, ഒരു അവതാരകനെ കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാജൻ ഷാഫി പറമ്പലിനും VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഒക്കെ എതിരായി വളരെ മൂർച്ചയേറിയ വാക്കുകളോടുകൂടി അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി. ഷാഫി പറമ്പലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ വാഹനം തടഞ്ഞു നിർത്തി ആ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ ഉണ്ടായ ചില സാഹചര്യങ്ങൾ, അത് മുൻനിർത്തിക്കൊണ്ടാണ് രാജന്റെ ചർച്ചകൾ മുന്നോട്ട് പോയത്. ഈ ചർച്ചയിൽ ആകമാനം ഷാഫി പറമ്പിൽ, ഷാഫി എന്നല്ല ഷോഫി എന്നാണ്, ഷോഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അവഹേളിച്ചത്. ഈ വീഡിയോയ്ക്ക് പിന്നാലെ രാജൻ അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, അതായത് ഫേസ്ബുക്കിൽ ഷാഫിക്കും രാഹുലിനുമെതിരായ വീഡിയോകൾ പങ്കുവയ്ക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ മുഴുവനായി തന്നെ ഞാൻ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ ആണ് കാര്യങ്ങളൊക്കെ ബോധ്യമായത്. അതായത് അദ്ദേഹം പറയുകയുണ്ടായി, പിണറായി വിജയനെ പിന്നെയും അംഗീകരിക്കാം, സതീശനിസവും ഷാഫിയുടെ ഷോയും രാഹുലിന്റെ അഹങ്കാരവും ഒന്നും അംഗീകരിക്കുവാൻ ആവില്ല എന്ന്. ആര് പറഞ്ഞു മിസ്റ്റർ രാജൻ ഷാഫിയുടെ ഷോ അംഗീകരിക്കണമെന്ന്? ആര് പറഞ്ഞു സതീശനിസം അംഗീകരിക്കണമെന്ന്? ആര് പറഞ്ഞു രാഹുലിന്റെ അഹങ്കാരം അംഗീകരിക്കണമെന്ന്? കേരളത്തിൽ ആരും താങ്കളോട് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ അംഗീകരിക്കാൻ. ആട്ടെ, ഇനി ഇതൊക്കെ ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് സതീശൻ താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തിയായി മാറിയത്? നിലമ്പൂരിൽ അൻവറിനെതിരായ നീക്കം, അൻവറിനെ ഉൾക്കൊള്ളാനാവാത്ത നീക്കം സതീശൻ നടത്തി എന്ന ഒരു പ്രസ്താവനയിലൂടെയാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് സതീശനിസം എന്ന്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനെ താങ്കൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ 1-ാം പ്രതിയായ പിണറായി വിജയനെ താങ്കൾക്ക് അംഗീകരിക്കാനാകും. കേരളത്തിലെ ഒരുപാട് കൊലപാതകങ്ങളുടെ ആസൂത്രകനായ പിണറായി വിജയനെ താങ്കൾക്ക് അംഗീകരിക്കാനാകും. കഴിഞ്ഞ 9.5 കൊല്ലമായി ഈ കേരളത്തെ മുച്ചോട് നശിപ്പിച്ച പിണറായി വിജയനെ അംഗീകരിക്കാൻ താങ്കൾക്കാകും. കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനെ താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. കേരളത്തിലെ മതസാമുദായിക രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മ്ലേച്ഛമായ വാക്കുകൾ, മ്ലേച്ഛമായ രീതിയിലുള്ള സംസാരങ്ങൾ ചൊരിഞ്ഞ പിണറായി വിജയനെ താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. പിണറായി വിജയന്റെ പരനാറി പ്രയോഗം താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. പിണറായി വിജയന്റെ നികൃഷ്ടജീവി പ്രയോഗവും താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. എന്നാൽ ആ പിണറായി വിജയനെ എതിർത്ത VD സതീശനെ താങ്കൾക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. UDFന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുവാനാകാത്ത നിലമ്പൂരിലെ അമ്പുക്കയെ താങ്കൾക്ക് അംഗീകരിക്കുവാനാകും. പ്രതിപക്ഷ നേതാവിനെ അറഞ്ചം പുറഞ്ഞം തെറി പറഞ്ഞ് മുന്നണിയിൽ കയറി വരണമെന്ന് ആഗ്രഹിച്ച നിലമ്പൂരിലെ അൻവറിനെ താങ്കൾക്ക് അംഗീകരിക്കാനാകും. എന്നാൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ UDFന്റെ പ്രവർത്തകർക്കോ ആ അമ്പുക്കയെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. കാരണം ഒരു മുന്നണിയിലേക്ക് കയറി വരണമെങ്കിൽ മിനിമം ആ പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെങ്കിലും അംഗീകരിക്കാനുള്ള വിശാല മനസ്കത ഉണ്ടാവണം. അല്ലാത്ത പക്ഷം LDFിലേക്ക് പോലും NDAയിലേക്ക് പോലും അൻവറിന് കയറി ചെല്ലുവാൻ സാധിക്കത്തില്ല. ഇങ്ങനൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ എന്തിനാണ് VD സതീശൻ ഇയാളെ അംഗീകരിക്കുന്നത്? എന്നിരിക്കലും VD സതീശന്റെ മാന്യത കൊണ്ട് മാത്രം തന്നെ എന്ത് തെറി പറഞ്ഞാലും, തന്നെ കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുവാനാവുമെങ്കിൽ PV അൻവറിന് UDFിലേക്ക് സ്വാഗതം പറഞ്ഞ വ്യക്തിയാണ് VD സതീശൻ. അങ്ങനെയുള്ള VD സതീശനെ അംഗീകരിക്കുവാൻ താങ്കൾക്ക് ആവില്ല. പിണറായി വിജയനെ അംഗീകരിക്കുവാൻ താങ്കൾക്കാവും. താങ്കളുടെ വാക്കുകൾ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നു.
ഈ സതീശനിസം എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. ഞാൻ പറയട്ടെ, പിണറായിയെ പിന്നെ നമുക്ക് അംഗീകരിക്കാം. പിണറായി ജയിലിൽ കിടന്നിട്ടുണ്ട്, അടിയന്തരാവസ്ഥയിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു വരുമോ ഒറപ്പില്ലാത്ത നാട്ടിൽ നിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ചെറിയ പ്രായത്തിൽ. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ള ആളാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിന് പ്രത്യേകത നമുക്കറിയാം. പാർട്ടിക്കകത്ത് ഏറ്റുമുട്ടിയതാരോടാ? VS അച്യുതാനന്ദനോടൊക്കെ ആദ്യം നായനാരോട് ഏറ്റുമുട്ടുന്നു, പിന്നീട് VS കൂടെ. ഇനി ഷാഫി പറമ്പിലാണ് താങ്കളുടെ പ്രശ്നം. ഷാഫി എന്താ താങ്കളെ കയറി മാന്തിയോ? ഷാഫി എന്താ താങ്കളെ വല്ല അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയോ? ഷാഫി താങ്കളോട് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. ആ ഒരു ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ സമയത്ത് ഷാഫി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോട് മോശമായ ഒരു വാക്കെങ്കിലും പറഞ്ഞു? ഇല്ല. പിന്നെ എന്താണ് താങ്കൾക്ക് ഷാഫിയോടുള്ള വിരോധം? ഷാഫിയോട് താങ്കൾക്ക് വിരോധം ഒന്നും തന്നെയില്ല. ഷാഫിയെ പത്ത് പറഞ്ഞാൽ രാജനെ കോൺഗ്രസുകാർ മുഴുവൻ അറിയുമല്ലോ. ഷാഫിയെ പത്ത് തെറി പറഞ്ഞാൽ കോൺഗ്രസുകാർ മൊത്തം രാജനെ ഉറ്റുനോക്കും. ഇനി ഷാഫിക്ക് എതിരായി നിൽക്കുന്ന ഏതെങ്കിലും കോൺഗ്രസുകാർ ഉണ്ടെങ്കിൽ അവർ രാജനെ സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യും. ഇത്തരം വില കുറഞ്ഞ കുരുട്ടുബുദ്ധി രാജനിൽ വളർന്നു വന്നു. ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഷാഫിയെ 10 തെറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് റിയാക്ഷൻ ഉണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാജന് മനസ്സിലായി, ഒരു 10 തെറിയും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഷാഫി ഒരു 10 എണ്ണം കൂടെ പറഞ്ഞാൽ വീണ്ടും എനിക്ക് റീച്ച് കൂടും, എന്നെ വീണ്ടും 10 ആളുകൾ തിരിച്ചറിയും. എന്നാൽ ചാനലിലേക്ക് പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് വീട്ടിൽ ഇരുന്ന് ഒരു ലൈവ് അടിക്കാം, എന്റെ ഫേസ്ബുക്കിൽ കയറി ഒരു ലൈവ് അടിച്ചേക്കാം എന്ന് രാജൻ അങ്ങ് വിചാരിച്ചു. എന്നാൽ അങ്ങ് തുടങ്ങിയേക്കാം. രാവിലെ കണ്ണും പൂട്ടി എഴുന്നേറ്റ് ഫേസ്ബുക്കിൽ ലൈവിൽ വന്നുകൊണ്ട് ഷാഫിയെയും രാഹുലിനെയും അടച്ചങ്ങ് തെറി അങ്ങ് പറഞ്ഞു. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ ഡയലോഗുകളൊക്കെയാണ് രാജൻ അടിച്ചത്. രാജന്റെ ഈ ഡയലോഗും ഈ പ്രയോഗങ്ങളും ഒക്കെ ഷാഫിയെ 10 പള്ളു പറഞ്ഞുകൊണ്ട് പ്രസിദ്ധി നേടാം എന്ന ഒരു ദുരുദ്ദേശം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് രാഹുൽ മാങ്കുടത്തിനോട് ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് യോജിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം, പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയോട് അവിടെ നിന്നുകൊണ്ട് എടാ പോടാ എന്നൊക്കെ വിളിച്ചു. തികച്ചും വ്യക്തിപരമായി എനിക്കും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഇടയായി നടന്നു വന്നിരുന്ന ചില പ്രയോഗങ്ങൾ, ചില രീതികൾ, സ്വഭാവ വ്യതിയാനങ്ങൾ ഒക്കെയും വ്യക്തിപരമായി എനിക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടും ഷാർപ്പാണ്. CPM-ന് എതിരെ പ്രയോഗിക്കാൻ കോൺഗ്രസിൽ പറ്റിയ ഒരു ആയുധമാണ് രാഹുൽ മാങ്കൂട്ടം. ഇത് പറയേണ്ട സാഹചര്യം, ഇത് പറയാനുണ്ടായ കാരണവും ഉമ്മൻചാണ്ടിയെ കണ്ടു വളർന്ന ഏതൊരു മനുഷ്യർക്കും ഇത്രയും ഹെഡ് വെയിറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് ശശി തരൂരിനോടും തോന്നുന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ ഇത്ര ജനകീയനായ, ഇത്രയും സൗമ്യനായ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കലും വലിയ ആളോടായിക്കോട്ടെ ചെറിയ ആളോടായിക്കോട്ടെ ഒരിക്കലും അദ്ദേഹം ഹെഡ് വെയിറ്റ് കാണിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം എല്ലാവരോടും സൗമ്യനസ്യത്തോടു കൂടിയാണ് സംസാരിച്ചത്, ഇടപെട്ടത്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ കണ്ടു വളർന്ന ഏതൊരു മനുഷ്യനും, രാഷ്ട്രീയത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം ഹെഡ് വെയിറ്റുകൾ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവ നേതാക്കൾക്ക് ഒരിക്കലും അത്തരം ഹെഡ് വെയിറ്റ് പാടില്ല. വ്യക്തിപരമായി തന്നെ പലരും ഇപ്പോൾ കോൺഗ്രസിനും കോൺഗ്രസിന് പുറത്തും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഹെഡ് വെയിറ്റ് ആണ് എന്ന്. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുക. താങ്കളുടെ ഭാവി രാഷ്ട്രീയത്തിനും അത്തരം ഹെഡ് വെയിറ്റുകൾ പാടില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. താങ്കളുടെ ഒരു വെൽവിഷർ കൂടി ആയതുകൊണ്ട് തന്നെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഒരിക്കലും ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊന്നും പാടില്ല. എത്തിപ്പിടിക്കാൻ ഏതൊരു സാധാരണ പ്രവർത്തകനും എത്തിപ്പിടിക്കാൻ പറ്റുന്ന നേതാവായിരിക്കണം കോൺഗ്രസിന്റെ നേതാവ്. സാധാരണക്കാരനായിട്ടുള്ള അങ്ങനെ ഒരു പ്രവർത്തനം എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ശശി തരൂർ. സ്ഥാനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഉയരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ തട്ടിലേക്കുള്ള അകലം കൂടി വരും. ഒരിക്കലും അത് പാടില്ല. സ്ഥാനങ്ങൾ വരുവാനും ഉയരങ്ങൾ കൂടുവാനും ഉണ്ടായ സാഹചര്യം താഴെ തട്ടിൽ നിന്നുണ്ടായ പിന്തുണയാണ് എന്ന കാര്യം ഒരു നേതാവും മറന്നു പോകരുത്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാവും ഇതൊന്നും മറക്കാൻ പാടില്ല. കാരണം കോൺഗ്രസ് കേരളത്തിന്റെ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇന്ത്യയുടെ കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലല്ല, BJP പോലല്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഉണ്ടായത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും പോരാടി ഉയർത്തെണീറ്റ് വന്ന ആ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, യുവ നേതാക്കന്മാർ, അവരൊക്കെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായും ജനങ്ങളുമായും അഭേദ്യമായ ബന്ധവും അതിർവരമ്പുകളില്ലാത്ത സ്നേഹവും ഉണ്ടായിരിക്കണം.
അതിനിടയിൽ ഒരു അതിർവരമ്പ് ഉണ്ടായി വരേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. അകൽച്ചയോ മുരൾച്ചയോ ഒന്നും ഉണ്ടാവേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. അതിനാൽ തന്നെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, താങ്കളുടെ ചില രീതികളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ മാറ്റം കൂടി വരുത്തിയാൽ താങ്കൾ ഒരു അടിപൊളി നേതാവ് തന്നെയാണ്. താങ്കൾ ശക്തനായ മൂർച്ചയേറിയ ഒരു നേതാവ് തന്നെയാണ്. ആ കാര്യത്തിൽ നിസ്സംശയം പറയാനാകും. ഷാഫി പറമ്പലിനെ കണ്ടുപഠിക്കുക. ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിച്ച ഷാഫി പറമ്പലിനെ കണ്ടുപഠിച്ചാൽ താങ്കൾക്ക് ആ കാര്യങ്ങൾ എത്രയോ ക്ലിയർ ആവും. PC വിശ്വനാഥിനെ കണ്ടുപഠിക്കുക. എത്രയും സൗമനസ്യത്തോടു കൂടിയാണ് അവരുടെയൊക്കെ ഇടപെടൽ. അവർ ആരോടും യാതൊരു ധാർഷ്ട്യം കാണിക്കാറില്ല. അവരൊക്കെയും എത്രയും സിമ്പിൾ ആയിട്ടാണ് ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അവര് ആരോടും യാതൊരു ജാടയിടാറില്ല, ആരോടും ഹെഡ് വെയിറ്റ് കാണിക്കാറുമില്ല. അങ്ങനെ തന്നെ ആവണം അവർക്ക് ശേഷം വന്ന നേതാക്കളും എന്ന് ഏതൊരു കോൺഗ്രസിന്റെ പ്രവർത്തകരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ തന്നെ ആവണം മുന്നോട്ട് പോവേണ്ടതെന്നും ആശംസിക്കുന്നു. അതുകൊണ്ട് പറയാനുള്ളത് രാജനോടാണ്. പിണറായി വിജയനെ താങ്കൾ അംഗീകരിച്ചോളൂ. ജനങ്ങൾ കൂടി ഇനി ഒരിക്കൽ കൂടി ജനങ്ങൾ അംഗീകരിക്കണം എന്ന വാദം താങ്കൾ ഉയർത്തരുത്. അങ്ങനെ പറയാൻ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. കാരണം 10 കൊല്ലമായി പൊറുതിമുട്ടി ശ്വാസം മുട്ടി മരിക്കാറായിരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. ഏറ്റവും അവസാനമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അപകടമാണ് വയനാട് ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടൽ എന്താണ് പിണറായി വിജയൻ ചെയ്തത്? പിണറായി വിജയൻ കുറെ നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും കരുതി പിണറായി വിജയനെ അംഗീകരിക്കാമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്തത്? പിണറായി വിജയൻ തുടങ്ങിവെച്ച എന്ത് വികസന പ്രവർത്തനമാണ് കേരളത്തിന്റെ മണ്ണിൽ ഉള്ളത്? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് പിണറായി വിജയനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കിയ എന്ത് വികസനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? പിണറായി വിജയൻ തുടങ്ങിവെച്ച എന്ത് ജനോപകാര പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ തുടങ്ങി വെച്ചതിന് ഒരു തുടർച്ച മാത്രമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയനായിട്ട് തുടങ്ങി വെച്ച എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ഒരു ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളോ ഉണ്ട് എന്ന് മിസ്റ്റർ രാജൻ താങ്കൾക്ക് പറയാനാകുമോ? പിന്നെ എന്തിന്റെ പേരിലാണ് രാജൻ പറയുന്നത് പിണറായിയെ പിന്നെയും അംഗീകരിക്കാമെന്ന്? ഇടത് പ്രവർത്തകനായിട്ടുള്ള രാജകന്, ഇടത് അനുഭാവിയായിട്ടുള്ള രാജന് ചിലപ്പോൾ വേണമെങ്കിൽ പിണറായി വിജയനെ അംഗീകരിക്കാം. സഖാവായിട്ടുള്ള ഒരു രാജന് വേണമെങ്കിൽ പിണറായി വിജയനെ അംഗീകരിക്കാം. പക്ഷെ ഇതൊന്നും അല്ലാത്ത രാജന്മാർക്ക് എന്തിനാണ് പിണറായി വിജയനെ അംഗീകരിക്കേണ്ട ആവശ്യം? കേരള ജനതയുടെ മുമ്പിൽ താങ്കൾ ഈ വെച്ചിരിക്കുന്ന ഈ അഭിപ്രായ പ്രകടനം, പിണറായി വിജയനെ അംഗീകരിക്കാം, VD സതീശനെയും ഷാഫി പറമ്പിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് താങ്കൾ പറയുന്ന ഈ ഒരു ഡയലോഗ്, അത് കേരള ജനത അംഗീകരിക്കത്തില്ല. കേരള ജനതയ്ക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ ആവത്തുമില്ല. നന്ദി.